بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الذين كذبوا بآياتنا واستكبروا عنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين. لهم من جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين. والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ആദരപൂർവം പാലിച്ച് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഓരോരുത്തരും നിരന്തരം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും കുടുംബസമേതം സ്വർഗം നേടുന്നവരിൽ ഉൾപ്പെടാനും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യർ അള്ളാഹുവിൻ്റെ സൃഷ്ടി വിഭാഗങ്ങളിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ജീവിവർഗമാണെന്ന് നമുക്കറിയാം. ആത്മാവ്, ശരീരം എന്നിങ്ങനെ രണ്ട് സംഗതികളുടെ സങ്കരമാണ് മനുഷ്യൻ. നമ്മൾ ആരാണെന്ന ചോദ്യത്തിന് നമ്മുടെ ശരീരമാണോ നമ്മുടെ മനസ്സാണോ നമ്മൾ എന്ന ഉത്തരം കണ്ടെത്തുന്നതിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ
ഇഹപര വിജയങ്ങളിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ശാരീരികമായും മാനസികമായും നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. രോഗമായി, കഷ്ടപ്പാടായി, ദാരിദ്ര്യമായി, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ശരീരങ്ങളെ വേട്ടയാടുമ്പോൾ ദുസ്വഭാവങ്ങളും ദുശ്ശീലങ്ങളും വിശ്വാസ വൈജാത്യങ്ങളും ശിർക്കും ബിദഅത്തും കുഫറും എന്നിങ്ങനെ മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ നമുക്ക് ആരോഗ്യത്തോടുകൂടി പുഷ്ടിപ്പെടുത്തി നിലനിർത്താൻ ഭക്ഷണവും പാനീയവും കൃത്യസമയങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയും കൃത്യമായ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളിലൂടെയും ഒക്കെ സാധിക്കും. അവിടെ എവിടെയെങ്കിലും നമ്മളിൽ നിന്നൊരു അലസതയോ നോട്ടക്കുറവോ വന്നാൽ അത് രോഗങ്ങളായി, കഷ്ടപ്പാടുകളായി, ശാരീരികമായ പ്രയാസങ്ങളായി നമ്മളെ തിരിച്ചടിക്കുന്നത് അതാത് സമയങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ സുരക്ഷിതത്വ മാർഗങ്ങൾ, പ്രതിരോധ നടപടികൾ, ചികിത്സാ സംവിധാനങ്ങളൊക്കെ സമയാസമയങ്ങളിൽ നടത്തിക്കൊണ്ടേയിരിക്കും. ദാഹിക്കുന്നത് നമ്മൾ അറിയും, അപ്പോഴുടനെ നമ്മൾ ദാഹത്തിനുള്ള പരിഹാരം കാണും. വിശക്കുന്നത് നമ്മുടെ വയറനുഭവിക്കും, ഉടനെ നമ്മൾ അതിനുള്ള മാർഗം കാണും. ഒരു അസുഖം വന്നാൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും, നമ്മൾ ഉടനടി ചികിത്സിക്കും. അതങ്ങനെ അങ്ങോട്ട് ഒരു പ്രാപഞ്ചിക സംവിധാനം എന്ന രൂപത്തിൽ പോകും. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, കൃത്യമായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിച്ച് പുഷ്ടിപ്പെടുത്തി എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്താലും അവസാനം പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങളെ നാം ദുർബലനായി സൃഷ്ടിച്ചു, പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിലേക്കും ശക്തിയിലേക്കും വന്നു. ആ ആരോഗ്യവും ശക്തിയും പിന്നെ ക്ഷയിച്ച് നിങ്ങൾ ദുർബലതയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബൻ, നിങ്ങൾ എത്രയൊക്കെ സംരക്ഷിച്ച് നിർത്തിയാലും നിങ്ങളുടെ ശരീരത്തിന്റെ ശേഷി ക്രമേണ നശിച്ച് ജരാനരകൾ ബാധിച്ച് ചുക്കിച്ചുളിഞ്ഞ് ഒന്നിനും കൊള്ളാത്തവരായി നിങ്ങൾ മാറും. നമ്മൾ എത്രമാത്രം ആരോഗ്യ മാർഗങ്ങൾ സ്വീകരിച്ചാലും ഇതിവിടെ അനുഭവമാണ്. പക്ഷെ പ്രിയപ്പെട്ടവര്, ഇങ്ങനെയൊക്കെയായി നമ്മൾ സമ്പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മരണപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ശരീരം നമ്മളുടെ മരണത്തോടുകൂടി മെല്ലെ ഇല്ലാതായി ചുക്കിച്ചുളിയുന്നതിനപ്പുറത്ത് അത് ചീഞ്ഞളിഞ്ഞ് ഒന്നുമല്ലാതായി മണ്ണും ചെതലുമായി മാറിപ്പോകും. അവിടെയാണ് യഥാർത്ഥ നമ്മൾ രൂപപ്പെട്ടു വരുന്നത്. മരണാനന്തര ജീവിതം എന്താണ്, അവിടെ എന്ത് സംഭവിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ശരീരത്തിനപ്പുറത്ത് നമ്മളെ നമ്മളാക്കി തീർക്കുന്ന മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ 2 തരം മനുഷ്യാവസ്ഥകൾ പറയുന്നുണ്ട്. അതിലൊരു തരം മനുഷ്യാവസ്ഥ തന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരാളാണ്. അയാളുടെ ഭൗതിക ശരീരത്തെ സംരക്ഷിക്കുന്നതിന് പോലെയോ അതിലുപരിയായോ അയാളുടെ മനസ്സിനെയും ആത്മാവിനെയും ഒരു തരത്തിലുള്ള പോറലും ഏൽക്കാതെ കൃത്യമായ വിശ്വാസത്തിലൂടെ, ഈമാനിലൂടെ, തൗഹീദിലൂടെ, ഇബാദത്തുകളിൽ മുഴുകി സൽസ്വഭാവിയായി ആരോടെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി നിർവഹിച്ച് നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ അയാളുടെ മനസ്സിനെയും ശരീരത്തോടൊപ്പം വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ അയാളുടെ ശരീരവും മനസ്സുമായി വേർപെടുന്ന സമയം അയാൾക്ക് ഏകദേശ ധാരണ മുൻകൂട്ടി ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാരണയെക്കുറിച്ച് പറഞ്ഞത്, അത്തരമൊരാളുടെ അരികിൽ അമ്മൽ മോമിനു, അയാൾ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ അരികിലേക്ക് മലക്കുൽ മൗത്തും മറ്റൊരു സംഘം മലക്കുകളും വന്നിട്ട് അയാളോട് പറയും, ഉഖ്റുജി യാ അബ്ദല്ലാഹ് ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, മറ്റൊരു റിപ്പോർട്ടിൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നാ പറയാ, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, ജീവിതത്തിൽ സമാധാനത്തോടുകൂടി ജീവിച്ച് സമാധാനത്തോടുകൂടി ദുനിയാവിനോട് വിട പറയാൻ പോകുന്ന ആത്മാവേ ഇറങ്ങി വന്നോളൂ. അള്ളാഹു നിന്നോട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു നിന്റെ വീഴ്ചകളെല്ലാം മാപ്പാക്കി തന്നിട്ടുണ്ട്. ആ ഒരു ആശംസയും സ്വാഗതവും കേൾക്കുന്ന ആ ആത്മാവ് വളരെ സമാധാനത്തോടുകൂടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കമസലി സഖായിന,
കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴുകു വരുന്നത് പോലെ മെല്ലെ സന്തോഷത്തോടുകൂടി ഇറങ്ങി വന്ന് മലക്കുൽ മൗത്തിന്റെ കയ്യിൽ വന്ന് സുരക്ഷിതനായി സന്തോഷത്തോടുകൂടി ഇരിക്കും എന്നൊരവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വ അമ്മൽ കാഫിറു അവിൽ മുനാഫിക്കു, എന്നാൽ അവിശ്വാസിയായോ കപടനായോ ജീവിച്ച് ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ലാതെ, അതിനുവേണ്ടി യാതൊന്നും തയ്യാറാക്കി വെക്കാത്ത ഒരു സമയത്ത് പെട്ടെന്നല്ലല്ലോ മരണം വരിക, പെട്ടെന്നല്ലല്ലോ. 10-40 ഒരു 20-25 വയസ്സൊക്കെ ആയ കുട്ടി ഒരു ആക്സിഡന്റിലോ അറ്റാക്കോ ഒക്കെ ഉണ്ടായി മരിച്ചാൽ പെട്ടെന്നിരുന്ന് മരണം എന്നാ നമ്മൾ പറയാ. അല്ല, പെട്ടെന്നല്ല. ആ 25 കൊല്ലവും ജീവിക്കാനുള്ള അവസരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 25 കൊല്ലവും പഠിച്ചവനെ കുറിച്ച് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ 25 കൊല്ലവും അവർ പഠിച്ചവനെ പിടിച്ച് ഓർമ്മപ്പെടുത്താനുള്ള സാമൂഹ്യ സംവിധാനങ്ങൾ മതം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ, അത് 25 ആണെങ്കിലും 50 ആണെങ്കിലും 75 ആണെങ്കിലും മരണം പെട്ടെന്നുണ്ടാവുന്നതല്ല. പിന്നെയോ അത് നമുക്കറിയാം, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ മരണം, അല്ലേ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെടുന്നത് തന്നെ നമ്മുടെ മരണത്തിന്റെ എക്സ്പയറി ഡേറ്റ് കൂടി കുറിച്ചു വെച്ചിട്ടാണ് എന്ന് അറിയാത്തവരല്ല മുസ്ലിമീങ്ങൾ. ആ എക്സ്പയറി ഡേറ്റ് നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ആകാമെന്ന തിരിച്ചറിവുണ്ടായിരുന്നയാളായിരുന്നു ആദ്യത്തെ മരണപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ടാണ് അയാൾക്ക് തനിക്ക് പോകാറായിരിക്കുന്നു, ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് അയാൾക്കറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നങ്ങനെയാണ്, വജഅലിൽ ഹയാത സിയാദത്തൻ ലി ഫി കുല്ലി ഖൈറിൻ വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർറ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖും മരണം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള വിശ്രമവുമാക്കി തരയണമേ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവർ, ആ പ്രാർത്ഥനയൊക്കെ ജീവിതത്തിൽ പഠിക്കാൻ കൂടി ശ്രമിക്കണം. ശ്രമിച്ചാൽ പോരാ, അതൊക്കെ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കണം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വ അസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വ അസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദത്തൻ ലി ഫി കുല്ലി ഖൈറിൻ വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർർ. അല്ലാഹുവേ, എന്റെ മതം അതെനിക്ക് ഏറ്റവും മികച്ച നിലയിലാക്കി തരണമേ. അതാണ് എന്റെ എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. അല്ലാഹുവേ എന്റെ ഞാൻ ജീവിക്കുന്ന ദുനിയാവ് എനിക്ക് നന്നാക്കി തരണമേ. എനിക്ക് മടങ്ങാനുള്ള മരണാനന്തര ലോകവും എനിക്ക് നന്നാക്കി തരണമേ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നന്മകൾ അധികരിപ്പിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ. മരണം ജനിച്ച നാൾ മുതൽ തന്നെ ക്യാൻസറാണ്. 95-100 കൊല്ലം ജീവിച്ചു. ഒരു നിമിഷവും അതിന്റെ വേദനയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. കഷ്ടപ്പാടിൻ്റെത് തന്നെയായിരുന്നു. പക്ഷേ വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർർ, ആ കഷ്ടപ്പാട് പടച്ചവനെ എന്റെ മരണത്തോടുകൂടി അവസാനിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് അറ്റമില്ലാത്ത അനന്തമില്ലാത്ത മരണാനന്തര ലോകം എനിക്ക് വിശ്രമിച്ചതിൻ്റെത് റാഹത്തിൻ്റെതാക്കി തരണമേ എന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവുള്ളവൻ എന്തായിരിക്കുകയില്ല, അയാളുടെ ഈമാനിൽ കുഴപ്പമുണ്ടാവില്ല, അയാളുടെ തൗഹീദിൽ കുഴപ്പമുണ്ടാവില്ല, അയാളുടെ ഇബാദത്തുകളിൽ വീഴ്ചയുണ്ടാവില്ല, അയാളിൽ നിന്ന് ദുസ്വഭാവങ്ങൾ ഉണ്ടാവുകയില്ല. അയാളുടെ മാതാപിതാക്കളോട്, കുടുംബങ്ങളോട്, മറ്റുള്ളവരോടൊക്കെ അയാൾ കൊടുക്കേണ്ടുന്ന ബാധ്യതകൾ മുഴുവനും കൃത്യസമയത്ത് കൊടുത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി, എല്ലാവരുടെയും പ്രാർത്ഥന ലഭിച്ച്, എല്ലാവരുടെയും കണ്ണുനീരിൽ കുതിർന്ന അകമ്പടിയോടുകൂടി അയാൾക്ക് അയാളുടെ കബറിടത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അവിടെ അയാളെ കാവൽക്കാരായി മലായിക്കത്തുണ്ടാകും. അയാളുടെ സഹോദരങ്ങളായി, സുഹൃത്തുക്കളായി, പിന്നെ സ്നേഹിതരായി ഖിയാമത്ത് നാൾ വരെ അയാളുടെ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയാണ് വിശ്വാസി തന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടുന്ന കാര്യം.
ഇതൊക്കെയാണ് വിശ്വാസി മനസ്സിനെ പഠിപ്പിക്കേണ്ടുന്ന കാര്യം. ഈ തിരിച്ചറിവൊന്നുമില്ലാതെ പോടപാട്ടിൽ അങ്ങനെ പോയി എല്ലാവരും എന്താണോ അതൊക്കെ ചെയ്തു, ആരൊന്നും ചോദിക്കാനില്ല, ആരൊന്നും ചോദിക്കാൻ പാടില്ല, ചോദിക്കാനുള്ള ധൈര്യവും ആർക്കില്ല, ഞാനായി ഇന്റെ പാടായി ആരാണിവിടെ ചോദിക്കാൻ എന്ന പോക്കിനിടയിലും നമ്മളിൽ ചിലർക്ക് മരിക്കേണ്ടി വന്നേക്കാം എന്നല്ല, മരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രാർത്ഥന കൊണ്ടോ അവരുടെ കണ്ണുനീര് കൊണ്ടോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും. അക്രമം പ്രവർത്തിച്ച് ക്രമം വിട്ട് ജീവിച്ച ആളുകൾ മരിക്കുമ്പോ വൽ മലായികത്തു യദ്രിബൂന, ആ മലായികത്ത് അയാളുടെ ശരീരം മാസകലം അടിച്ചുകൊണ്ടേയിരിക്കും. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തരക്കാരന്റെ അരികിൽ മലായികത്ത് വരുമ്പോഴാണ് അവർക്ക് അയാൾക്ക് താൻ മരിക്കാറായിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാവുക. അയാൾ എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ആത്മാവ് ശരീരത്തിന്റെ 4 ഭാഗങ്ങളിലൂടെയും ഓടും. മലക്കുകൾ കാല് മുതൽ തലവരെ അടിച്ചടിച്ച് നനഞ്ഞ പഞ്ഞിയിൽ മുള്ളിട്ട് വലിക്കുന്നത് പോലെയാണ് ആത്മാവ് പുറത്തെടുക്കപ്പെടുക എന്ന് മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞെടുത്തേക്ക് ഞാൻ പിന്നെയും നിങ്ങളെ ഒന്നുകൂടി കൊണ്ടുപോകുന്നു. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെ എന്നതിനപ്പുറം നമ്മൾ മരിക്കേണ്ടത് എങ്ങനെ എന്ന് കൂടി നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ സംവിധാനങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, ഭരണ നിയമങ്ങളുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്. ഇളകാനും അറിയാത്ത കഴിയാത്ത രൂപത്തിൽ നിയമങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ മരിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ നമുക്ക് മതം മാത്രമേ ഉള്ളൂ, അതിനനുസൃതമായ ജീവിതം മാത്രമേ ഉള്ളൂ എന്നത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ മുഅ്മിനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് മരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ എന്നതിലാണ്. ജീവിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടുകളും എന്തിനും തയ്യാറാകുന്നതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് മരണം നന്നായി തീരാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടിനും ത്യാഗത്തിനും തയ്യാറുള്ളവരാണ് നമ്മൾ എന്നതാണ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടിടത്താണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ ചെറുപ്പക്കാരുടെയും നമ്മുടെ സമുദായത്തിൻ്റെയും ഒക്കെ ദുരനുഭവങ്ങളും അധപ്പതനങ്ങളും തുടങ്ങുന്നതും ഇപ്പോൾ അത് പിടികിട്ടാത്ത ഒരു രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും എന്നത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്ക് നോക്കാൻ, ഒരു ആയത്ത് നോക്കാണ് നിങ്ങൾ. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ, നാം വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച നിയമങ്ങൾ അതിനെ കളവാക്കുക, അതിനെ നിഷേധിക്കുക, വസ്തക്ബറു അൻഹാ, അതിനോട് അഹന്ത പുലർത്തുക, അതിനോട് ധിക്കാരം പുലർത്തുക, അങ്ങനെ ജീവിക്കുന്ന ആളുകൾ മരണപ്പെട്ടാൽ ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ, ആ ആത്മാവിന് അള്ളാഹുവിങ്കലേക്ക് കയറിപ്പോകാൻ സ്വർഗ കവാടങ്ങൾ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലുൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖയാത്ത്, സൂചിക്കുഴയിലൂടെ ഒട്ടകം കയറിപ്പോയാലല്ലാതെ ആ ആത്മാവിന്, ആ മനുഷ്യന് സ്വർഗപ്രവേശവും സാധ്യമാവുകയില്ല. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, സൂറത്ത് അഅറാഫിന്റെ 40-41 ആയത്തുകളാണ്. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ, ഞാനൊരു നിയമം അവതരിപ്പിക്കും, അത് വിശുദ്ധ ഖുർആനിലാവാം, എന്റെ നിബിതങ്ങൾ പറയുന്നതാവാം. ആ നിയമങ്ങളെ നിഷേധിച്ച് ജീവിക്കുക. വസ്തക്ബറു അൻഹാ, അതിനോട് അഹങ്ക പുലർത്തുക, ധിക്കാരം പുലർത്തുക, അത് പറയുന്നവർക്കെതിരെ തിരിയുക. ആരാണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ, ഞാൻ എന്റെ സൗകര്യം പോലെ ജീവിക്കുമെന്ന് പറയുക. അത്തരക്കാർ ഒരു നാൾ മരിക്കേണ്ടി വരും. അവർ മരണപ്പെട്ടാലുള്ള അവസ്ഥ ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ, ആകാശ കവാടങ്ങൾ അവർക്ക് കയറിപ്പോകാൻ, അല്ലാഹുവിലേക്ക് കയറിപ്പോകാൻ തുറക്കുകയില്ല. വലാ യദ്ഖുലുൽ ജന്ന, അവർക്ക് സ്വർഗപ്രവേശനം നൽകപ്പെടുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖയാത്ത്, സൂചിക്കുഴയിലൂടെ ഒട്ടകം കയറിപ്പോയാലല്ലാതെ. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ സൂചി 2 ഒട്ടകത്തിന് പോകാൻ മാത്രം വലിപ്പമുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറയുന്ന മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കേട്ടോ. AI കാലമാണ്. പക്ഷേ മുഅ്മിനീങ്ങളെ,
ദീന് വെച്ചാണ് ഈ അപമാനിക്കലും ഈ അവഗണിക്കലും ഈ നിസ്സാരവൽക്കരിക്കലും എന്നതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയും, നിങ്ങൾക്ക് ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അള്ളാഹുവിനെയാണ് പരിഹസിക്കാൻ കണ്ടതല്ലേ, അള്ളാന്റെ ആയത്തുകളെയാണ് പരിഹസിക്കാൻ കിട്ടിയതല്ലേ, അള്ളാന്റെ റസൂലിനെയാണ് പരിഹസിക്കാൻ കിട്ടിയതല്ലേ. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഇനി അത് അറിയാതെ പറ്റിപ്പോയതാണെന്നൊന്നും പറയല്ലേ. സുബ്ഹാനല്ലാഹ്. ലാ തഅ്തദിറു, ഇനി നിങ്ങൾ ഒഴിവ് കഴിവൊന്നും പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഇതോടുകൂടി നിങ്ങൾ കാഫിറായിരിക്കുന്നു. അപ്പൊ ആയത്ത് പ്രത്യേക പ്രസക്തമാണ്. എന്ത്? ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലുൽ ജന്നത ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഞാൻ മരിക്കും, നമ്മൾ മരിക്കും, എല്ലാവരും മരിക്കും. ഇവിടെ നമ്മൾ ആരുമാവാം, പക്ഷേ അവിടെ നമ്മളെ തടയാൻ, നമ്മളെ രക്ഷിക്കാൻ, ഒരു കൈത്താങ് തരാൻ ഒരാളുമുണ്ടാവുകയില്ല എന്നതിന് ആയത്തും വേണ്ട, ഹദീസും വേണ്ട. അത് നമ്മുടെ അനുഭവമാണ്. അതിനപ്പുറത്തേക്കുള്ള ലോകത്തെക്കുറിച്ചാണ് ഈ ആയത്ത് വന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്താ അറിയോ? വകദാലിക നജ്സിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്കെല്ലാം നാം നൽകുന്ന ശിക്ഷ ഇപ്രകാരമാകുന്നു. ലഹും മിൻ ജഹന്നമ മിഹാദ്, അവർക്കിനി തീയിന്റെ വിരിപ്പാണുള്ളത്. വമിൻ ഫൗഖിഹിം ഗവാശ്, തീ കൊണ്ടുള്ള ഒരു മേൽക്കൂരയുമാണ് അവർക്കുള്ളത്. വകദാലിക നജ്സിൽ ളാലിമീൻ, ക്രമം വിട്ട് ജീവിക്കുന്നവർക്കൊക്കെയുമുള്ള ശിക്ഷ ഇതാകുന്നു. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി, വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. എന്നാൽ അള്ളാഹുവിനെ അംഗീകരിച്ച്, അവന്റെ നിയമങ്ങളെ അംഗീകരിച്ച്, വിശുദ്ധ ഖുർആനിൽ വിശ്വാസമർപ്പിച്ച് അതിനെ സത്യപ്പെടുത്തി നിബിധങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് കിതാബിനോടും സുന്നത്തിനോടും ആദരവും ബഹുമാനവും ഉള്ളവരായി സ്വന്തം ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും കഴിവിന്റെ പരമാവധി നിറവേറ്റി ഇബാദത്തുകളിൽ വീഴ്ച വരാതെ നോക്കി സൽസ്വഭാവികളായി ജീവിച്ചു പോയാൽ ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഇതൊന്നും മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കഴിയാത്തതല്ല, കഴിയാത്തതൊന്നും നാം നിങ്ങളോട് നിർബന്ധിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാ, ഉലൈക അസ്ഹാബുൽ ജന്ന, ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. അവർക്ക് അവരുടെ മനസ്സ് അവരാണല്ലോ മനസ്സ് നന്നാവുന്ന ആൾക്കാർ. അതാണ്. അതുപോലെ ശരീരമല്ല നന്നാക്കേണ്ടത്. ശരീരം നന്നാക്കാൻ മതം പറയേണ്ട ആവശ്യമില്ല, മിമ്പറിന്റെ ആവശ്യമില്ല അല്ലേ. അത് നമുക്ക് എന്നേക്കാൾ കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ജലദോഷം വന്നാൽ ഏത് ഡോക്ടറെ കണ്ടാലും തൃപ്തിയാവുള്ളൂ നമുക്കറിയാം. പക്ഷെ നമുക്കൊരു വിശ്വാസപരമായ മേഖലയിൽ വീഴ്ച വന്നാൽ അതിന് ഡോക്ടർമാരില്ല, ഖുർആനും സുന്നത്തും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സിന്റെ പ്രതിസന്ധികൾ മനസ്സിനെ നന്നാക്കി എടുക്കാൻ കഴിയുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ മനസ്സിനെ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആർക്ക് മനസ്സിനെ നന്നാക്കി എടുക്കാൻ കഴിഞ്ഞുവോ അവൻ വിജയിച്ചു. ആർക്ക് ശരീരം നന്നാക്കി എടുക്കാൻ കഴിഞ്ഞുവോ എന്നതല്ലല്ലോ. ആരാണോ അവനവന്റെ മനസ്സിനെ ദസ്സ എന്ന് പറഞ്ഞ ചെളി പുരട്ടിയത് എന്ന ചെളി പുരട്ടിയത് ആരാണോ വഖദ് ഖാബ, അവൻ പരാജയപ്പെട്ടു. കല്ലബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്നാണ്. അവർക്ക് പറ്റിയ തകരാറ്, അവർ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളും അബദ്ധങ്ങളും അവർ ചെയ്തു കൂട്ടിയ തിന്മകൾ അവരുടെ ഹൃദയത്തെ കറുപ്പിച്ചിരിക്കുന്നു എന്ന ഖുർആൻ പറഞ്ഞത്. കറുപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നൽ മുഅ്മിന, മുഅ്മിനീങ്ങളോടാ, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ, മുഅ്മിനീങ്ങളിൽ നിന്നൊരു അബദ്ധം, ഒരു വീഴ്ച, ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് ശരിക്കും മനസ്സിലായിക്കോളി. നമ്മുടെ IT കാലൊന്നുമല്ല, അതിന്റെ അപ്പുറത്ത് അഡ്വാൻസ്ഡാണ്. ആ തെറ്റ് ഒരു കാക്കപ്പുള്ളിയായി ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അതുണ്ട്, ഡീകോഡ് ചെയ്താൽ മതി പുതിയ ഭാഷ അല്ലേ. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാന നഖ്തതൻ സൗദാഅ ഫീ ഖൽബി. ഓരോ തെറ്റുകളും ഓരോ കാക്കപ്പുള്ളികളായി ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെടും.
ഫഇൻ താബ വനസഅ വസ്തഅതബ, അവൻ ഉള്ളുരുകി പശ്ചാത്തപിച്ച ആ തെറ്റിൽ നിന്ന് പിന്മാറി സൽക്കർമ്മങ്ങളിലൂടെ അതിനെ മൂടിക്കളയാൻ അവന് കഴിഞ്ഞാൽ സഖുലത്, ആ കാക്കപ്പുള്ളി അവിടെ നിന്ന് നീങ്ങിപ്പോകും. വഇൻ സാദ, അല്ല തെറ്റുകൾ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സീദത്, കാക്കപ്പുള്ളികളുടെ എണ്ണവും വർദ്ധിക്കും. ഹത്ത തഗ്ലിക കൽബ, അങ്ങനെ അവന്റെ ഹൃദയം മൂടിപ്പോകും എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഖ്റഉ മിസ്താഖമാ ഖുൽതു, ഞാൻ ഈ പറഞ്ഞതിന് തെളിവ് വേണമെങ്കിൽ ഓതിക്കോളൂ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ നന്നാക്കുവാൻ ഒരു വിശ്വാസി എന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അനുസരിച്ച് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ 4 ഘട്ടങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന 4 ഘട്ടങ്ങളുണ്ട് എന്ന് മുഫസ്സിറുകളും മഹാപണ്ഡിതന്മാരും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മാർത്ഥമായ തൗബ. ഏതു പാപത്തിനും ശിർക്കിനു വരെ തൗബയാണ് പ്രായശ്ചിത്തം. തൗബയാണ് പ്രായശ്ചിത്തം. ശിർക്ക് ചെയ്യുമ്പോൾ അതോടുകൂടി എല്ലാ നന്മകളും ഇല്ലാതെയാവുകയും ശാശ്വത നരകവാസിയാവുകയും ചെയ്യും. എന്നാൽ തൗബ ചെയ്ത് ഷഹാദത്ത് കലിമ ഒതുക്കിയാൽ അവൻ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, മനുഷ്യരെ എന്നല്ല, മുഅ്മിനീങ്ങളെ എന്നാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കാം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. നസൂഹ എന്ന ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഉള്ളുരുകി തൗബ ചെയ്യുവീൻ ജനങ്ങളെ എന്നാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഴുവൻ മുഅ്മിനീങ്ങളോടും, മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും തൗബ ചെയ്യുവീൻ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നാണ്. എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയും. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂആ. തെറ്റ് സംഭവിച്ചു പോയി, അത് തിരിച്ചറിഞ്ഞാൽ ഉടനെ തൗബ ചെയ്യുന്നവർക്കുള്ളതാണ് അള്ളാഹുവിങ്കലുള്ള തൗബ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എപ്പോഴാണ് സ്വീകരിക്കുക എന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബൻ മുസീഅൻ നഹാർ. അള്ളാഹു രാത്രി സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ ആരെങ്കിലും തെറ്റു ചെയ്തവർ രാത്രിയിൽ ഇരുന്ന് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ തൗബ സ്വീകരിക്കുവാൻ സന്നദ്ധനായി രാത്രികാലങ്ങളിൽ തയ്യാറായിരിക്കുന്നു. രാത്രിയിലത്തെ പാപങ്ങൾ, വീഴ്ചകൾ സംഭവിച്ചവർക്ക് അതിൽ നിന്ന് തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിന് അവർ തയ്യാറാണെങ്കിൽ അത് കാത്തിരിക്കുന്നുണ്ട് അല്ലാഹു പകലിൽ മുഴുവനും. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അല്ലാഹു തൗബ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ അതിന് തയ്യാറുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അതിന് തയ്യാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ നമുക്കറിയാം. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്, വേ മനുഷ്യരെ അല്ലാഹുവിനോട് തൗബ ചെയ്യുവിൻ. ഫഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗം 100 മറ. ഈ ഞാൻ പോലും നിത്യജീവിതത്തിൽ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നു 100 100-ലധികമോ തവണ. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നതൊരു പ്രാർത്ഥനയാണ്. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്നത് മറ്റൊരു പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത് ഒരു തൗബയുടെ പ്രാർത്ഥനയാണ്. റബ്ബന ളലംന അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആദം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും തൗബയ്ക്ക് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എനിക്ക് തൗബ നൽകണേ, എന്റെ തെറ്റുകൾ പൊറുക്കണേ, ഞാനിനി ചെയ്യില്ല പടച്ചവനെ എന്ന ഒരു പ്രതിജ്ഞ കൂടി ആയാൽ, എനിക്ക് സങ്കടമുണ്ട് പടച്ചവനെ എന്നുകൂടി ആയാൽ, അത് ഏതു ഭാഷയിലും ആവാം. അല്ലാഹുവിന് നമ്മുടെ ഭാഷ പ്രശ്നമല്ലല്ലോ. ഏറ്റവും അഫ്ളലായത് വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണ്. അതോട് തൊട്ട് ചേർത്ത് വെക്കേണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. ഇത് രണ്ടും അറിയാത്തവർക്ക് അവനവന്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന ഏതൊരു തേട്ടവും, ഏതൊരു നിലവിളിയും, ഏതൊരു തേങ്ങലും, ഏതൊരു ചുടു നിശ്വാസവും, ഏതൊരു കണ്ണുനീർ തുള്ളിയും
തൗബയായി മാറും. പക്ഷേ ഇനി ചെയ്യില്ല എന്ന് ഉറപ്പിക്കണം. ചെയ്തു പോയതിൽ സങ്കടവും വേണം, ചെയ്തത് അല്ലാഹുവോട് ഏറ്റു പറയുകയും വേണം. ഈ 3 നിബന്ധനകളാണ് തൗബക്കുള്ളത്. 24 മണിക്കൂർ നമുക്കാക്കാം. മരണം തൊണ്ടക്കുഴിയിൽ വരുന്നതിന് മുമ്പ് നടയെ സൂചിപ്പിച്ച ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പകലും രാത്രിയും അല്ലാഹു തയ്യാറാണ്. ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് വരുന്നതിന് മുമ്പ് ഇപ്പോഴും തൗബ ചെയ്യാം, നമ്മളുടെ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരത്തെ ശ്രദ്ധിക്കുന്നതിനപ്പുറം മനസ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതികൾ മുഴുവൻ. എല്ലാ വ്യാമോഹങ്ങളിലും ചെന്നുപെടുന്നത് ശരീരമല്ല, എല്ലാ വ്യാമോഹങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സാണ്. ആർത്തിയും അത്യാർത്തിയും അസൂയയും പകയും വിദ്വേഷവും വൈരാഗ്യവും ശത്രുതയും എല്ലാം മനസ്സിന്റെ രോഗങ്ങളാണ്. ചികിത്സ ദീനാകുന്നു, ഖുർആനാകുന്നു, തിരുസുന്നത്താകുന്നു, പരലോക ഭയമാകുന്നു, അല്ലാഹുവെ കുറിച്ചുള്ള സ്മരണയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക, രാവിലെയും പകലിലും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവരാവുകയും ചെയ്യുക. അത്തരക്കാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിനീത വിധേയരായ ദാസന്മാരായി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരരായ അനുയായികളായി, കിതാബിലും സുന്നത്തിലും അടിത്തറയിട്ട് എല്ലാ വിധത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ ഷർത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വസ്ത്രധാരണം, നഗ്നത മറയ്ക്കുക എന്നതാണ് നമ്മുടെ വിഷയം ഇരിക്കുന്നത്. നഗ്നത വസ്ത്രത്തിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പുരുഷന്മാരുടെ വസ്ത്രധാരണവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിലൊരു സങ്കടം പറയാനുള്ളത്, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമായ ആളുകളിൽ ഒരാൾ 2 ആഴ്ച മുമ്പ് എന്നോട് ഇവിടെ വെച്ചിട്ട് എന്നെ പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താണ്, നമ്മുടെ കുട്ടികൾക്കാർക്കും വസ്ത്രത്തിലൊരു ശ്രദ്ധയില്ല. നിങ്ങൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി വെക്കണമെന്ന് എല്ലാ വെള്ളിയാഴ്ചയും പറയലുണ്ടല്ലോ. ഒരാളെങ്കിലും അവനവൻ്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിലാണോ എന്നൊന്നും നോക്കണത് പോലും കാണാൻ പറ്റിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അത് അദ്ദേഹത്തിന് നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരു സമാധാനം, ഞാനപ്പോൾ സമാധാനിപ്പിച്ചത്, എല്ലാവരുടെയും വസ്ത്രം നിര്യാണിക്ക് മുകളിലാണെന്ന് അവർക്ക് ഉറപ്പുണ്ടാകും, അതുകൊണ്ട് നോക്കാതിരുന്നതായിരിക്കും എന്നും ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നമ്മുടെ മക്കളുടെ ഷർട്ടുകളൊക്കെയും ഒന്ന് മാറേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഇബാദത്തുകൾക്ക് വരുമ്പോഴെങ്കിലും ഇബാദത്തുകളാണല്ലോ നമ്മളെ നല്ലവരാക്കുക. അപ്പോൾ നല്ല വസ്ത്രം ധരിക്കാനും ഇസ്ലാമികമായ നിബന്ധനകൾക്ക് വിധേയരാകാനും നമ്മൾ പുരുഷന്മാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരും ശ്രദ്ധിക്കണം. കാരണം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആയത്തുകൾ അവതരിച്ചത് സ്ത്രീകളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഖുൽ യാ അയ്യുഹൻ നബി ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ അങ്ങയുടെ ഭാര്യമാരോട് പറയണം, അങ്ങയുടെ പെൺമക്കളോട് പറയണം, മുഴുവൻ മുസ്ലിം സ്ത്രീകളോടും പറയണം. എന്തൊരു പ്രയോഗം നോക്കാണ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരവരുടെ മൂടുവസ്ത്രം ശരീരം കാണാത്ത രൂപത്തിൽ മൂടിയിടട്ടെ. ദാലിക അതിനായി ഉറഫുന, അവർ നല്ല പെണ്ണുങ്ങളാണ്, നല്ല അഭിമാനമുള്ളവരാണ്, അന്തസ്സുള്ളവരാണ്, തറവാട്ടിൽ പിറന്നവരാണ്, മാന്യത നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ അതാണ് നല്ലത്. വലായുദൈൻ, അവർ ഒരിക്കലും മാനസികമായോ ശാരീരികമായോ ഒരു കണ്ണുകൊണ്ടുപോലും അപമാനിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഖുല്ലിൽ മുഅ്മിനാത്തി
യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളിന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എന്നാണ് നബി തങ്ങളെ ബഖുലിൽ മുഅ്മിനാത്തി സഹോദരിമാരോട് പറയണം, മുഅ്മിനാത്തുകളോട് പറയണം, യഗ്ളുന മിൻ അബ്സാരിഹിന്ന അവർ കണ്ണുകളൊന്ന് ഒതുക്കട്ടെ, കണ്ണുകളൊന്ന് ഒതുക്കി പിടിക്കട്ടെ. വയഹ്ഫളിന ഫുറൂജഹുന്ന അവരവരുടെ ശരീരം നഗ്നത വെളിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എങ്ങനെ മൂടിയാലും പുറമേക്ക് വരുന്ന ഒരു സാധാരണ രൂപത്തിൽ പ്രകൃതിപരമായ ഒരു സൗന്ദര്യമുണ്ട്, അതല്ലാതെ ഒന്നും അവർ പ്രദർശിപ്പിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മൂന്നാമതിനോടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലിയ ളുരിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്നാണ്. അവരവരുടെ മുഖമക്കനകൾ മാറിടത്തുങ്ങൾക്കുമേൽ താഴ്ത്തിയിടട്ടേന. എൻ്റെ പെൺമക്കളുടെ പേരക്കുട്ടികളുടെ സഹോദരിമാരുടെ തട്ടത്തിൻ്റെ കോലം നോക്കാണ്. 2-2.25 മീറ്റർ വലിപ്പത്തിലുള്ള ഷാളുകൾ അവരിട്ടിട്ടുണ്ടാകും. പക്ഷെ അതിങ്ങനെ തലയിലൊരു 5-6 ചുറ്റും കഴുത്തിലൊരു 5-6 ചുറ്റും ചുറ്റിയിട്ട് അവിടെ ഒതുക്കിയിട്ടുണ്ടാകും. നമ്മുടെ മക്കളുടെ വിചാരം കഴുത്തൊക്കെയാണ് വല്ലാത്ത പ്രശ്നം എന്നാണ്. നമ്മൾ ഷാളിട്ടിട്ടുണ്ടല്ലോ എന്നാണ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പ്രയോഗിച്ച പ്രയോഗം വൽയളുരിബിന അവർ താഴ്ത്തിയിടട്ടെ ബിഖുമുരിഹിന്ന ഖിമാർ തന്നെ മുഖമക്കനാന അവരുടെ മുഖമക്കനകളല്ല ജുയൂബിഹിന്ന അവരുടെ പോക്കറ്റുകൾക്ക് മേലുള്ള വളരെ മനോഹരമായ വളരെ അന്തസ്സാർന്ന പദപ്രയോഗം. മാറിടങ്ങൾക്ക് മേലെന്ന് പറയുന്നതിന് പകരം അത്രയും അന്തസ്സും അഭിമാനവും അവർക്ക് കൊടുത്ത് അവരവരുടെ കുപ്പായത്തിന്റെ പോക്കറ്റുകൾക്ക് മേൽ താഴ്ത്തിയിടട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടുള്ള കാരുണ്യവും വാത്സല്യവും പ്രകടിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഈ സമുദായത്തിന്റെ മക്കള്, നിങ്ങളാണ് ഞങ്ങളുടെ അഭിമാനത്തിന്റെ അടിത്തറ എന്നത് തിരിച്ചറിയാതെ പള്ളിയിലേക്ക് വരുമ്പോൾ പോലും ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നുണ്ട് എങ്കിൽ, വീട്ടിൽ നമസ്കരിക്കുമ്പോഴും ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമുദായത്തിന്റെ മക്കളാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഈ സമുദായത്തിന്റെ അഭിമാനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ അപ്പുറം നമസ്കാരം എന്ന ഈ മഹത്തായ ഇബാദത്തിന് അടിയന്തരമായി പരിഗണിക്കേണ്ടുന്ന ഷർത്തിനെ സംബന്ധിച്ച് നമ്മൾ അലസതയും അവഗണനയും ഉള്ളവരാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ ആ വചനമുള്ളത്, ഫവൈലുൽ ലിൽ മുസ്വല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തെക്കുറിച്ച് അലസത കാണിച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരം സർവനാശത്തിന്റെ കാരണമായിരിക്കും. അത്തരക്കാർ ശ്രദ്ധിക്കട്ടെ എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ വസ്ത്രധാരണത്തിൽ അങ്ങേയറ്റം മാന്യത പുലർത്തണം, അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലിബാസു തഖ്വ, തഖ്വയാകുന്ന ഒരു വസ്ത്രമുണ്ടെന്ന ഖുർആൻ പറഞ്ഞത്. ആലിക ഖൈറ, അതാണ് ഏറ്റവും ഉത്തമമായ വസ്ത്രം. ഇതിനെല്ലാത്തിനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം തഖ്വയാണ് എന്നർത്ഥം. അള്ളാഹു നമ്മളെ അത്തരം മുത്തഖികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. യഥാർത്ഥ ഈമാനോടെ, തഖ്വയോടെ, തൗഹീദോടെ, ശുദ്ധ മനസ്സോടെ അള്ളാഹുവിൻ്റെ തൃപ്തരായ ദാസന്മാരായി മരിക്കാൻ, മരണാനന്തര ജീവിതത്തിൽ സത്യവിശ്വാസികളുടെ നേതാക്കന്മാരായ പ്രവാചകന്മാരോടും സ്വഹാബത്തിനോടും സുദ്ദീഖുകളോടും ശുഹദാക്കളോടും സ്വാലിഹുകളോടും ഒപ്പം ചേരാൻ, കുടുംബസമേതം ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് വിരുദ്ധമായി വരാനിടയുള്ള ചെറുതും വലുതുമായ എല്ലാ വിധത്തിലുള്ള വൈകല്യങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള ഭിന്നിപ്പുകളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള അബദ്ധങ്ങളിൽ, തെറ്റുകുറ്റങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബേ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. നാഥാ അള്ളാഹുവേ, ദുനിയാവിൻ്റെതായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ റഹ്മാനെ. ശാരീരികവും മാനസികവുമായി വരാനിടയുള്ള എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. മരണാനന്തര ജീവിതത്തിൽ നിന്ന് ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ അനുഭവിക്കുന്ന, അനുഗ്രഹിക്കപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങൾ ശിഫയാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെല്ലുവിളികളിൽ നിന്നും ഉയർന്നു വരാൻ അന്തസ്സോടെ, അഭിമാനത്തോടെ, ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ ഈ സമുദായത്തിനും അതിൻ്റെ നേതാക്കൾക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും തഖ്വ നൽകുക.
എല്ലാറ്റിനും ഐക്യം നൽകുകയാണമേ റഹ്മാനെ. സമുദായത്തിനു വേണ്ടി അതിന്റെ ഇസ്സത്തിനു വേണ്ടി എല്ലാ ഭിന്നിപ്പുകളും മാറ്റിവെച്ച് തൗഹീദിലും സുന്നത്തിലും അധിഷ്ഠിതമായ ഐക്യം പുനഃസ്ഥാപിക്കാൻ സമുദായത്തിന്റെ നേതാക്കന്മാർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളെ നീ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ വഅജ്രി വാലിദീനാ വഅഗ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വഅമിത്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വഅംറാദ മർളാനാ വഅംറാദ മൻ അവ്സാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ് യാ റബ്ബ് العالمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.